ഇന്ന് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണുള്ളത്? ഗ്രഹപ്രവേശനത്തിന് കയറുന്ന ഉമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ ഗൃഹനാഥന്റെ കയ്യിൽ പിടിക്കുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ. മരിച്ച് ജീവൻ പോയതിനു ശേഷം മയ്യത്ത് കിടക്കുമ്പോൾ ആ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് ഓതാനുള്ളതാണ് ഖുർആൻ. അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ഖുർആൻ. അല്ലെങ്കിൽ പിഞ്ഞാണം എഴുതാൻ വേണ്ടിയുള്ള വചനങ്ങളാണ് ഖുർആൻ. ഉറുക്കുമേലസും എഴുതാനുള്ളതാണ് ഖുർആൻ എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ പിന്നെ റമദാനിൽ ഖത്തം തീർക്കാനുള്ളത് അർത്ഥമറിയാതെ മൂക്കുകൊണ്ട് മൂളിയും ഓതിയും പൂർത്തീകരിക്കാനുള്ളതാണ് ഖുർആൻ എന്നുള്ളതിനപ്പുറത്ത് എവിടെയാണ് ഖുർആനിനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കിയിട്ടുള്ളത്? ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. റമദാൻ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഇത്. മുമ്പ് ഒരു ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു, റമദാനിന് സ്വയം മഹത്വം ഇല്ല, മറിച്ച് ഖുർആൻ അവതീർണമായി എന്നുള്ളതാണ് റമദാനിന്റെ മഹത്വത്തിന്റെ ഹേതു. ഖുർആനാണ് റമദാനിന്റെ മഹത്വത്തിന്റെ ആധാരം എന്ന് വരുമ്പോൾ, റമദാനിന്റെ മഹത്വം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റമദാനിന്റെ പോരിശ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഖുർആനിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഖുർആനിനെ ഒഴിവാക്കിക്കൊണ്ട് റമദാനിന് മഹത്വമില്ല. അപ്പോൾ ഖുർആനിനാണ് മഹത്വം. ഈ മഹത്വം എന്ന് പറയുന്നത് എന്തോ ഒരു അത്ഭുത ശക്തിയുള്ള ഒരു സംഗതിയാണ് എന്ന് വിചാരിക്കുന്നുണ്ട് ആളുകളൊക്കെ. ഖുർആനിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖത്തം തീർക്കലാണ്, ഖുർആൻ ഓതലാണ്, ഖുർആൻ നോക്കിയിരിക്കലാണ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ മഹത്വം സിദ്ധിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല അതിൻ്റെ മഹത്വം. മറിച്ച് ഖുർആൻ ഏതൊരു സംഗതിയും, ഖുർആൻ എന്നല്ല, ലോകത്തുള്ള ഏതൊരു കാര്യവും എന്തിനാണോ അത് നൽകപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനാണോ അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, എന്താണോ അതിൻ്റെ പർപ്പസ്, ഈ പർപ്പസ് നാം മനസ്സിലാക്കി ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുമ്പോഴാണ് നാം അതിനെ ആദരിക്കുന്നവരായി തീരുന്നത്. ഇപ്പൊ ഖുർആനിന്റെ പർപ്പസ് എന്താണ്? ഖുർആനിന്റെ പർപ്പസ്, ഖുർആൻ പറയുന്നു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് മനുഷ്യ സമൂഹത്തിന്, മാനവകുലത്തിന് മാർഗദർശനം നൽകാനുള്ള വജസ്സുകളാകുന്നു എന്നാണ്. ഇപ്പൊ മനുഷ്യ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഖുർആനിന്റെ ലക്ഷ്യം. അതാണ് ഖുർആനിന്റെ പർപ്പസ്. ഖുർആൻ അല്ലാതെ നിങ്ങളത് ഓതിയിട്ട് കൂലി നേടണം, ഓതിയിട്ട് കൂലി വാങ്ങണം, ഓതിയിട്ട് നിങ്ങൾക്കങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആനിന്റെ ലക്ഷ്യവും അതല്ല. നിങ്ങൾ ഓതുന്നുണ്ടോ, ഖത്തം തീർക്കുന്നുണ്ടോ, അത് വായിക്കുന്നുണ്ടോ, നോക്കിയിരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമ്മുടെ ചർച്ചാ വിഷയമല്ല. അതെന്തു ആവാം. പക്ഷേ ഖുർആനിന്റെ പർപ്പസ് അത് ഓതുക എന്നുള്ളതല്ല, മറിച്ച് അത് വായിക്കുക എന്നുള്ളതാണ്, വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഖിറാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖിറാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥമറിഞ്ഞ് ഗ്രഹിച്ച് വായിക്കുക എന്നാണ്. അല്ലാതെ അർത്ഥമറിയാതെ ഓതിപ്പോവുക എന്ന് ആലം ദുനിയാവിൽ ഇന്നേ വരെ ഖിറാഅത്ത് എന്ന വാക്കിന് അർത്ഥമില്ല, അർത്ഥം ആരും പറഞ്ഞിട്ടുമില്ല. അർത്ഥമറിയാതെ ഓതിപ്പോകാൻ ലോകത്തൊരു പുസ്തകവും എഴുതപ്പെട്ടിട്ടില്ല, ഇറക്കപ്പെട്ടിട്ടുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബൈബിള് അർത്ഥമറിയാതെ വായിച്ചു പോകണമെന്ന് ഏതെങ്കിലും ഒരു പാതിരി പ്രസംഗിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അർത്ഥമറിയാതെ വായിക്കേണ്ടതാണ് രാമായണമെന്നോ ഗീതയെന്നോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വായിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഖുർആനിന്റെ കാര്യത്തിൽ മാത്രം അർത്ഥമറിയാതെ വെറുതെ ഓതാനുള്ളതാണ് എന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? യഥാർത്ഥത്തിൽ
ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കാനും എന്നിട്ട് ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകാതിരിക്കാനും വേണ്ടി ബോധപൂർവം ആരോ ഉണ്ടാക്കി വിട്ട ഒരു സംഗതിയാണ് ഖുർആൻ ഓതി തീർക്കാനുള്ളതാണ് എന്ന വാദം. യഥാർത്ഥത്തിൽ ഓതി തീർക്കാനുള്ളതല്ല. നിങ്ങൾ എത്ര ഖത്തം തീർത്തു, എത്ര ഖത്തം ഓതി എന്ന് ഏതായാലും പടച്ചോൻ നമ്മളോട് ചോദിക്കൂല. നാളെ പരലോകത്ത് നിങ്ങൾ എത്ര ഖത്തം ഓതി എന്ന് ചോദിക്കൂല. എന്നതുപോലെ നിങ്ങൾ ഇത്ര ഖത്തം ഓതിയോ എങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പടച്ചോൻ പറയില്ല. കാരണം അതിനു വേണ്ടിയല്ലല്ലോ പടച്ചോൻ അത് തന്നത്. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഫീഹി ബയ്യിനാത്തും മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഇത് സത്യാസത്യ വിവേചകമാണ്, സന്മാർഗ ദർശനമാണ്, ഇത് മനുഷ്യന്റെ എല്ലാ സാൻമാർഗികവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നൊക്കെ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ പലയിടത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് മാത്രമേ ചോദിക്കുള്ളൂ. നാളെ പരലോകത്ത് പ്രവാചകൻ അള്ളാഹുവിനോട് പറയുന്നതായിട്ട് ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്. റബ്ബി ഇന്ന ഖൗമിത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, അള്ളാഹുവെ ഈ ഖുർആനിനെ എൻ്റെ സമൂഹം അവഗണിച്ചു കളഞ്ഞു. എന്താണ് ഈ അവഗണന എന്ന് പറഞ്ഞാൽ? ഓതാതിരിക്കുക ആണോ? അല്ല, അത് ഒരു പട്ടിൽ പൊതിഞ്ഞ് കെട്ടിവെക്കാതിരിക്കുക എന്നാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് അവഗണിക്കുന്നത്? അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പർപ്പസ് മറന്നു പോകുന്നു, അത് വായിക്കാതെ ഗ്രഹിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ വായിച്ച് ഗ്രഹിച്ച് അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്ന ബോധം നഷ്ടപ്പെടുമ്പോഴാണ് അതിനെ അവഗണിക്കുന്നു എന്ന വാക്ക് അത് ചേരുക. യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമൂഹത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണുള്ളത്? ഗ്രഹപ്രവേശനത്തിന് കയറുന്ന ഉമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ ഗൃഹനാഥന്റെ കയ്യിൽ പിടിക്കുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ. മരിച്ച് ജീവൻ പോയതിന് ശേഷം മയ്യത്ത് കിടക്കുമ്പോൾ ആ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് ഓതാനുള്ളതാണ് ഖുർആൻ. അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ഖുർആൻ. അല്ലെങ്കിൽ പിഞ്ഞാണം എഴുതാൻ വേണ്ടിയുള്ള വചനങ്ങളാണ് ഖുർആൻ. ഉറുക്കുമേലസും എഴുതാനുള്ളതാണ് ഖുർആൻ എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ പിന്നെ റമദാനിൽ ഖത്തം തീർക്കാനുള്ളത് അർത്ഥമറിയാതെ മൂക്കുകൊണ്ട് മൂളിയും ഓതിയും പൂർത്തീകരിക്കാനുള്ളതാണ് ഖുർആൻ എന്നുള്ളതിനപ്പുറത്ത് എവിടെയാണ് ഖുർആനിനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കിയിട്ടുള്ളത്? മദ്രസകളിൽ നോക്കൂ, 1-ാം തരം മുതൽ നാം പഠിക്കുന്നു. എന്താണ് പഠിക്കുന്നത്? അഖ്ലാഖ് പഠിക്കുന്നു, ദീനിയാത്ത് പഠിക്കുന്നു, അമലിയാത്ത് പഠിക്കുന്നു, താരീഖ് പഠിക്കുന്നു, തജ്വീദ് പഠിക്കുന്നു, അഖീദ പഠിക്കുന്നു. ഖുർആൻ പഠിക്കുന്നില്ല. നിങ്ങൾ 6-ാം തരം ഖുർആൻ ഓതാൻ പഠിക്കുന്നുണ്ട്, ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നില്ല. അങ്ങനെ മുകളിലേക്ക് എത്തിയാൽ ഖുർആൻ എന്ന പേരിൽ തഫ്സീർ പഠിക്കും. അപ്പോഴും ഖുർആൻ അല്ല പഠിക്കുന്നത്. അതും ഒരു തബറുക്കിന്, ബർക്കത്തിന് വേണ്ടി മാത്രമാണ്. ഇത് മദ്രസയുടെ കാര്യം. ഇനി ദർസിലിരിക്കട്ടെ, ദർസിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയി ചേർത്താൽ, മുസ്ലിയാരാകുന്നതിന് വേണ്ടി, മൗലവിയാകുന്നതിന് വേണ്ടി കൊണ്ടുപോയി ചേർത്താൽ അവിടെ നിങ്ങൾ മുത്തഫരീദ് പഠിക്കും, നൂറുൽ അബ്സാർ പഠിക്കും, ഫതുഹുൽ മുഈൻ പഠിക്കും, അംദ പഠിക്കും, പിന്നെ ജമ്മുൽ ജവാമി പഠിക്കും, മീസാൻ പഠിക്കും, അജ്നാസ് പഠിക്കും, ഖത്റുന്നദ പഠിക്കും, അൽഫിയ പഠിക്കും. തഫ്സീർ പഠിക്കുന്നത് തബറുക്കിന് അവസാനം. ഖുർആനില്ല. നമ്മുടെ സിലബസുകളിൽ എവിടെയും ഖുർആനില്ല. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് വെറുതെ ഓതി തീർക്കാനുള്ള ഒരു പുസ്തകം എന്നുള്ള നിലക്കാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഓതിയാൽ കൂലി കിട്ടും. ഈ കൂലി കണക്കാണല്ലോ എല്ലായിടത്തും പ്രശ്നമുള്ളത്. ഓതിയാൽ കൂലി കിട്ടും. ഈ കൂലി കണക്ക് പറഞ്ഞ് നമ്മളെ ആരൊക്കെയോ പറ്റിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഖുർആൻ ഒരു ഖത്തം തീർക്കുക എന്നുള്ളതല്ല, ഒരായത്ത് പഠിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. ഈ റമദാനിൽ അല്ലെങ്കിൽ എൻ്റെ ആയുസ്സിൽ ഞാൻ 10 ആയത്തെങ്കിലും അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വായിക്കും എന്ന് ശാഠ്യം പിടിക്കണം. അല്ലാതെ ഞാൻ ഇത്ര ഖത്തം അങ്ങ് തീർത്ത് കളയും, ഇത്ര പ്രാവശ്യം ഓതി തീർക്കും എന്നല്ല പറയേണ്ടത്, എന്നല്ല മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയത് ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ ആ ഉദ്ദേശത്തെ അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. നമുക്കൊരു കാര്യവും അതിൽ കിട്ടാനുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് പോകുന്നു.
ഡോക്ടറെ അടുത്ത് പോയിട്ട് രോഗം പറയുന്നു, എന്നിട്ട് ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് കൊടുക്കുന്നു. ഈ മരുന്ന് കുറിച്ച് കൊടുത്തിട്ട് ഈ ലിസ്റ്റ് ഇയാൾ ഇങ്ങനെ വായിക്കുന്നു, പാരാസെറ്റമോൾ എന്നിങ്ങനെ വായിച്ച് വായിച്ച് തീർന്നാൽ ഇയാളുടെ രോഗം മാറുമോ? ഇല്ല. മറിച്ച് അതിലെഴുതിയത് പ്രകാരം മരുന്ന് വാങ്ങുകയും പരിശോധിക്കേണ്ടത് പരിശോധിക്കുകയും റിസൾട്ട് കിട്ടേണ്ടത് കിട്ടുകയും എന്നിട്ട് അതിനനുസരിച്ച് പ്രതിവിധി ചെയ്യുമ്പോഴല്ലേ ഇയാളുടെ രോഗം മാറുന്നത്. ഇതുപോലെ മനുഷ്യ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന അധാർമികത എന്ന രോഗത്തിന് മരുന്നായിട്ടാണ് പടച്ച തമ്പുരാൻ വേദങ്ങൾ നൽകിയിട്ടുള്ളത്, ഖുർആൻ നൽകിയിട്ടുള്ളത്. അത് വായിച്ചിരിക്കാനുള്ളതല്ല, മറിച്ച് ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. പടച്ചവൻ നൽകിയ കത്ത് എന്നാണ് ഖുർആനിനെ കുറിച്ച് പറയേണ്ടത്. ഈ കത്ത് നാം വായിച്ച് മനസ്സിലാക്കാനുള്ളതാണല്ലോ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ ഒരു കത്ത് എഴുതുന്നു. ഈ കത്ത് എഴുതുമ്പോൾ നാം അത് കെട്ടിപ്പൂട്ടി അട്ടത്ത് വെക്കുമോ? അതല്ല നമ്മുടെ ഒരു വിശുദ്ധം എന്ന് കരുതി എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുമോ? ഇല്ല. മറിച്ച് അത് പൊട്ടിച്ച് അതിനകത്തുള്ളത് എന്തെന്ന് വായിക്കണം. നോക്കൂ, നിങ്ങൾ 5 നേരമോ 10 നേരമോ 20 നേരമോ പിന്നെ തറാവീഹോ സുന്നത്തോ തസ്ബീഹോ ഒക്കെ ആയിട്ട് ഒരുപാട് നിസ്കരിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ഈ നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ഖുർആൻ വായിക്കുന്നുണ്ടല്ലോ, പിന്നെ ഫാത്തിഹ ഓതുന്നുണ്ട്, സൂറത്തുകൾ ഓതുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിൽ പറയുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്തെന്ന്, അതിന്റെ ഉള്ളറകൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ നിസ്കരിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, എനിക്ക് അതിന്റെ അനുഭൂതി ഒന്നും കിട്ടുന്നില്ല, ഞാൻ അതിൽ ലയിച്ച് നിസ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്താണ് ചൊല്ലുന്നത്, എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ഗ്രാഹ്യത നമുക്കില്ല. നമ്മൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് കുട്ടികൾ പാട്ട് പാടുന്നത് പോലെ നമ്മളും അങ്ങ് പാടിപ്പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് എന്താണ് പറയുന്നത്, അതിന്റെ ഉള്ളറകൾ എന്താണ് എന്ന് മനസ്സിലാക്കി പറയുമ്പോഴല്ലേ അതുമായി നമുക്കൊരു ബന്ധം ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ അത് ആസ്വാദ്യകരമാവുകയുള്ളൂ. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല, അതിനുവേണ്ടി നമ്മളൊട്ട് ശ്രമിക്കുന്നുമില്ല. നാം കൂലിക്കണക്കിൽപ്പെട്ട് മയങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു വേദമല്ല, മറിച്ച് വേദങ്ങളുടെ തുടർച്ചയാണ്. ധാരാളം വേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന സെമിറ്റിക് വേദങ്ങൾ തന്നെ തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ ഉണ്ട്. നോൺ സെമിറ്റിക് ആയിട്ടുള്ള വേദങ്ങളുണ്ട്. ഭാരതത്തിലെ 4 വേദങ്ങളുണ്ട്. ഋഗ്, യജുർ, അഥർവം, സാമം തുടങ്ങിയ വേദങ്ങൾ, കൺഫ്യൂഷസിന്റെ വചനങ്ങൾ, തിരുക്കുറളുണ്ട്, അതുപോലെ ബുദ്ധാഗമങ്ങളുണ്ട്. ഈ വേദങ്ങളൊക്കെയും ഖുർആനിന്റെ പൂർവ്വവേദങ്ങളാണ്, ഖുർആനിന് മുമ്പ് അവതരിച്ചതാണ്. അതൊക്കെയും ദൈവവചനങ്ങളാണ്. അതിലൊക്കെയും സത്യം തന്നെയാണുള്ളത്. അതൊക്കെ മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് ഇറങ്ങിയതാണ്. ആ വേദങ്ങളുടെ തുടർച്ച മാത്രമാണ് ഖുർആൻ. അല്ലാതെ ഖുർആൻ ഒറ്റപ്പെട്ട ഒരു വേദമല്ല, അതിന്റെ തുടർച്ചയാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഖുർആൻ പറയുന്നു, പൂർവ്വവേദങ്ങളെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. ഒരു വേദത്തെയും ദുർബലപ്പെടുത്തുകയോ കാലഹരണമാക്കുകയോ ഖുർആനിന്റെ പണിയല്ല. പണ്ടുള്ള എല്ലാ വേദങ്ങളെയും ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് ഇത് അവതരിച്ചത് എന്ന് ഖുർആൻ ഒരിടത്തും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എല്ലാ വേദങ്ങളെയും സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. തൗറാത്ത് സത്യമാണ്, ഇഞ്ചീല് സത്യമാണ്, ഭാരതീയ വേദങ്ങൾ സത്യമാണ്, കൺഫ്യൂഷസിന്റെ വചനങ്ങൾ സത്യമാണ്, തിരുക്കുറൾ സത്യമാണ് എന്നിങ്ങനെ പൂർവ്വവേദങ്ങളെ ആകമാനം സത്യപ്പെടുത്തിയും സ്ഥിരീകരിച്ചും കൊണ്ടാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതെല്ലാം മനുഷ്യന് മാർഗദർശനം നൽകുന്നതും വെളിച്ചവുമാണെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്നവരൊക്കെയും സത്യമാർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഖുർആൻ ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ ഖുർആൻ അവതരിച്ചതോടുകൂടി മറ്റെല്ലാ വേദങ്ങളും ദുർബലപ്പെട്ടു എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആനിക വിരുദ്ധമായ വിശ്വാസമാണ്. എല്ലാ വേദങ്ങളും നിലനിൽക്കുക എന്നുള്ളതാണ് ഖുർആനിന്റെ താല്പര്യം. ഇവിടെ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാകണം, ഇഞ്ചീൽ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാകണം, മറ്റ് വേദങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാകണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാകണം. അപ്പൊ ചോദിക്കും, നമുക്കെന്നാ ഖുർആൻ വിട്ടിട്ട് മറ്റു വേദങ്ങൾ അംഗീകരിച്ചാൽ പോരെ? ഇത് താർക്കികമായൊരു ചോദ്യമാണ്. എല്ലാ പിതാക്കളും ആദരണീയരാണ് എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ എനിക്ക് എന്റെ ഉപ്പ എന്തിനാ മറ്റേ ഉപ്പാനെ ഉപ്പാന്ന് വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത് പോലുള്ള അർത്ഥശൂന്യമായൊരു ചോദ്യം മാത്രമാണത്. ഖുർആനാണ് മറ്റ് വേദങ്ങളൊക്കെ ശരിയാണെന്ന് പറയാൻ എന്നെ പ്രാപ്തമാക്കുന്നത്. മറ്റ് പ്രവാചകന്മാരൊക്കെയും ശരിയാണ് എന്ന് പറയാൻ, വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തപ്പെടുത്തുന്നത് ഖുർആനാണ്. അതുകൊണ്ട് ഖുർആനാണ് ശരി, ഇഞ്ചീലാണ് ശരി, സബൂറാണ് ശരി. ഓരോ വേദവും ആ വേദമനുസരിച്ച് വിശ്വസിക്കുന്ന ആളുകൾ ആ വേദമനുസരിച്ച് ജീവിക്കട്ടെ. ഫൽയഹ്കും അഹ്ലുൽ ഇഞ്ചീലി ബിമാ അൻസലല്ലാഹു ഫീഹി.
ഇഞ്ചീലിന്റെ ആളുകൾ ഇഞ്ചീൽ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. വകൈഫ യുഹക്കിമൂനക വഇൻദഹുമുത് തൗറാത്ത്, തൗറാത്തും കയ്യിലേന്തി നിന്റെ അരികിലേക്ക് അവർ എന്തിനാണ് വരുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വേദങ്ങൾ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് പറയാനാണ് മുഹമ്മദ് നബി വന്നിട്ടുള്ളത്. അതാണ് ഖുർആനിന്റെ താല്പര്യം. റമദാനിന്റെ സന്ദേശവും അതാണ്. നിങ്ങളെല്ലാവരും മതം മാറി നിങ്ങളുടെ വേദങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ ഈ വേദത്തിലേക്ക് വരൂ എന്നല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ വേദത്തിൽ അടിയുറച്ചു നിൽക്കൂ എന്നാണ് ഖുർആൻ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. നിങ്ങളുടെ എല്ലാ ധാരകളെയും മുറിച്ചു മാറ്റി നിങ്ങൾ ഈ ഒരു വിശ്വാസധാരയിലേക്ക് വരണമെന്നല്ല, നിങ്ങൾ ദൈവവിശ്വാസികളായിക്കൊണ്ട് നിങ്ങളുടെ ശരീഅത്തും നിങ്ങളുടെ വേദങ്ങളും അനുസരിച്ച് ജീവിക്കണമെന്ന് അവരെ സ്ഥൈര്യപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുകയാണ് ഖുർആനിന്റെ ശൈലി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഖുർആൻ അറബി ഭാഷയിലാണ് അവതരിച്ചത് എന്നുള്ളതാണ്. ഭാരതീയ വേദങ്ങൾ സംസ്കൃത ഭാഷയിലാണ് അവതരിച്ചത്. ബുദ്ധാഗമങ്ങൾ പാലിയിലാണ്, തിരുക്കുറൾ തമിഴിലാണ്, കൺഫ്യൂഷ്യസിന്റെ വചനങ്ങൾ ചൈനീസിലാണ്, അരമായിക്കിലും സുറിയാനിയിലുമാണ് തൗറാത്തും ഇഞ്ചീലും അവതരിച്ചിട്ടുള്ളത്. അതുപോലെ അറബിയിൽ അവതരിച്ച വേദം ഖുർആനാണ്. ഓരോ ഭാഷയിലും ഒരു പ്രാവശ്യം മാത്രമേ വേദം അവതരിച്ചിട്ടുള്ളൂ. ഒരു വേദം മാത്രമേ ഒരു ഭാഷയിലുള്ളൂ. അറബി ഭാഷയ്ക്ക് മറ്റ് വേദഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മഹത്വം ഇല്ല. അറബി ഭാഷ താഴെയുമല്ല മേലെയുമല്ല. അറബി ഭാഷ സംസ്കൃതം പോലെയാണ്, അറബി ഭാഷ തമിഴ് പോലെയാണ്, അറബി ഭാഷ ചൈനീസ് പോലെയും പാലി പോലെയുമാണ്. എല്ലാ വേദഭാഷകൾക്കും ഒരേ മൂല്യമാണുള്ളത്. അല്ലാതെ ഈ ഭാഷയ്ക്ക് മാത്രം ഇത് സ്വർഗത്തിലെ ഭാഷയാണ്, ഇത് ഖബറിലെ ഭാഷയാണ്, ഇത് അവിടുത്തെ ഭാഷയാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഇതൊക്കെ ഭാഷാ ഭ്രാന്ത് ഉണ്ടാക്കുന്ന ചില വർത്തമാനങ്ങൾ മാത്രമാണ്. എല്ലാ ഭാഷയും മഹത്വമുള്ളതാണ്. മലയാളിക്ക് മലയാളമാണ് മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മാതാവിനെ ഉമ്മാന്ന് വിളിക്കുന്നതിനേക്കാൾ, അമ്മേന്ന് വിളിക്കുന്നതിനേക്കാൾ, അമ്മാന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ ഒരു വൈകാരികത മറ്റേത് ഭാഷയിൽ വിളിച്ചാലും ഉണ്ടാവില്ല. എൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാൾ നന്നായി നമുക്ക് മറ്റൊരു ഭാഷയിലും നമ്മുടെ സങ്കടത്തെ ആവിഷ്കരിക്കാൻ കഴിയില്ല. മലയാളിക്ക് മലയാളമാണ് നല്ലത്, അറബിക്ക് അറബി നല്ലതാണ്, അതുപോലെ തമിഴന് തമിഴ് നല്ലതാണ് എന്നല്ലാതെ ഒരു ഭാഷ മറ്റൊരു ഭാഷയേക്കാൾ മഹത്വമുള്ളതാണ് എന്ന് പറയുന്നതിന് വേദത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ അവതരിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അറബി ഭാഷയിൽ അവതരിച്ചതിന്റെ കാരണം പറയുന്നത്, വീഡിയോ കോൾ. ഞാൻ സീനിയർ ഇൻസ്പെക്ടർ കുന്നന്താനം സ്റ്റേഷൻ. നിങ്ങളുടെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അറബികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ സൂറ യൂസുഫിൽ പറയുന്നു. ഇത് അറബി ഭാഷയിൽ അവതരിച്ചത് കേൾക്കുന്നവർ അറബികളായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറബി ഭാഷയിൽ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ്. മുഹമ്മദ് നബി കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ ഖുർആൻ മലയാളത്തിലാകുമായിരുന്നു, യൂറോപ്പിലാണെങ്കിൽ ഇംഗ്ലീഷിലാകുമായിരുന്നു. അറബി ഭാഷ എന്തോ മറ്റ് ഭാഷകളെക്കാൾ മഹത്വമുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ സാധ്യതകളും അതിൻ്റെതായ പരിമിതികളുമുണ്ട്. അറബി ഭാഷയ്ക്ക് ധാരാളം പരിമിതികളുണ്ട്, മറ്റു ഭാഷകൾക്കുള്ളതുപോലെ. അതുപോലെ സാധ്യതകളുമുണ്ട്. അപ്പോ ഭാഷാപരമായിട്ട് എന്തോ ഒന്ന്, അതുകൊണ്ട് ചില ആളുകൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, എനിക്ക് അറബി അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആകപ്പാടെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കേണ്ട. അറബി ഭാഷ പഠിക്കണം. ആര് പഠിക്കണം? അതിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കണം. ഖുർആനിൽ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതാൻ ആഗ്രഹിക്കുന്നോ? ഖുർആനിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നോ? എങ്കിൽ ഖുർആനിന്റെ മൂലഭാഷ എന്നുള്ള നിലക്ക് അറബി നിങ്ങൾ പഠിക്കണം. അല്ലാതെ നിങ്ങൾക്ക് സാധാരണ നിലയിൽ ജീവിക്കാൻ നിങ്ങൾ അറബി പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല പരിഭാഷ വാങ്ങി വായിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ എന്ന് പറയുന്ന ഡിവൈസിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അറബി ഭാഷയൊക്കെ കൂടി പഠിച്ച് എല്ലാം അറബി ഭാഷ പഠിച്ചാലേ മനസ്സിലാകൂ എന്നുണ്ടെങ്കിൽ പടച്ചോൻ നമ്മളോട് അനീതി ചെയ്യുന്നു എന്നല്ലേ അർത്ഥം? ഒരിക്കലുമല്ല. ഏത് ഭാഷയിലും വേദം വായിക്കാം. ബൈബിള് മലയാളി വായിക്കേണ്ടത് മലയാളം ബൈബിളാണ്, മലയാളി വായിക്കേണ്ടത് മലയാളം ഋഗ്വേദമാണ്, മലയാളി വായിക്കേണ്ടത് മലയാളം ഖുർആനാണ്. അതിന് നിങ്ങൾ കഷ്ടപ്പെട്ട് അറബി ഭാഷ പഠിച്ച് ഉച്ചാരണ ശുദ്ധി വരുത്തി എന്നിട്ട് ആകപ്പാട് വസ്വാസാക്കി അത് ഹായാണോ ഹ ആണോ ഐനാണോ ഗൈനാണോ എന്നൊക്കെ ചോദിച്ച് ആകപ്പാടെ ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യമില്ല. ഇതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കലാണ്. അങ്ങനെ അറബികൾക്ക് മാത്രമായിട്ടുള്ളതല്ലല്ലോ, ലോകത്തിന് മുഴുവനുമാണ് എല്ലാ വേദങ്ങളും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിലാണ് വായിക്കേണ്ടത്, മലയാളികൾ മലയാളത്തിലാണ് വായിക്കേണ്ടത്.
എന്നിട്ടാണ് ഖുർആനിന്റെ ആസ്വാദനം ഉൾക്കൊള്ളേണ്ടത്. മലയാളത്തിൽ വായിക്കുമ്പോൾ പോലെ ഇപ്പോ ആലം ദയാലുവായി കാരുണ്യ ദാക്ഷിണ്യശാലിയായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾപ്പുളകം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവൂല. കാരണം നമുക്ക് നമ്മുടെ മാതൃഭാഷയിലാണ് അല്ലാഹുവേ അങ്ങയെ മാത്രമാണല്ലോ ഞങ്ങൾ ആരാധിക്കുന്നത്, അങ്ങയോട് മാത്രമാണല്ലോ ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നത്, മാനവകുലത്തിന്റെ പ്രതിനിധിയായി ഞാൻ അങ്ങയോട് ഇത് വാഴ്ത്തി പറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഒരു പുളകം അതിന്റെ അറബി മൂലം പറയുമ്പോഴുണ്ടാവില്ല. മലയാളത്തിൽ വായിക്കണം, നമ്മുടെ അമ്മിഞ്ഞപ്പാലിന്റെ ഭാഷയിൽ, നമ്മുടെ ആത്മാവിന്റെ ഭാഷയിൽ ആണ് നമ്മുടെ വേദം വായിക്കേണ്ടത്. അല്ലാതെ ഇത് ലോകത്തിന് മൊത്തം ഒരു യൂണിഫോമിറ്റി ഒരു ഭാഷ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആരും ഉദ്ദേശിച്ചിട്ടില്ല, പൂർവ്വഗാമികളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് ഇസ്ലാമിക രാജ്യം വിസ്തൃതമായി എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ വിസ്തൃതമായപ്പോൾ പേർഷ്യയിലേക്ക് ഉമർ പോയി. പേർഷ്യയിൽ ഒരിക്കലും അറബി ഭാഷ ഉണ്ടാക്കാൻ വേണ്ടി ഉമർ ആഗ്രഹിച്ചിട്ടില്ല. അവിടെ പേർഷ്യൻ ഭാഷയായിരുന്നു ഉമർ ഉണ്ടാക്കിയത്. ആ ഭാഷയിലാണ് അവരുമായിട്ട് സംവദിച്ചത്. ഓരോ നാട്ടിനും ഓരോ നാട്ടുകാർക്കും ആ നാട്ടിന്റെ സംസ്കാരമുണ്ട്, ഭാഷയുണ്ട്, രീതിശാസ്ത്രങ്ങളുണ്ട്, ആചാര സമ്പ്രദായങ്ങളുണ്ട്. അതൊക്കെ മാനിച്ചുകൊണ്ടാണ് ഖുർആൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമല്ല, മറിച്ച് മനുഷ്യരാശിക്ക് ആകമാനം വെളിച്ചം നൽകുന്ന അതത് ഭാഷയിൽ വായിക്കേണ്ടുന്ന വേദമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഭാഷയിലേക്ക് പോവുകയല്ല, വേദത്തിലേക്ക് പോകണം. നിങ്ങൾ അറബി പഠിച്ചത് കൊണ്ട് ഒരിക്കലും ഖുർആൻ മനസ്സിലാകണമെന്നില്ല. അറബികൾക്ക് ഖുർആൻ അറിയോ? നമ്മൾ വിചാരിക്കും അറബി ഭാഷ പഠിച്ചാൽ ഖുർആൻ മനസ്സിലാകും. അറബികൾക്ക് ഖുർആൻ അറിയോ? അറിയില്ല. ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അതിനെ സമീപിക്കുന്നത് അറബിയാണെങ്കിലും മലയാളിയാണെങ്കിലും കന്നഡിയനാണെങ്കിലും അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? അറബിക്കും മനസ്സിലാവൂല ഭാഷ. ഇപ്പം മലയാളിക്ക് ആശാന്റെ കവിതകൾ എല്ലാവർക്കും മനസ്സിലാവുമോ? അത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കല്ലാതെ മനസ്സിലാവില്ല. എന്നതുപോലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സാഹിത്യ സൃഷ്ടിയാണ് ഖുർആൻ എന്നുള്ളത് കൊണ്ട് അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അറബികൾക്കേ മനസ്സിലാവുള്ളൂ. അറബി ഭാഷ പഠിച്ചത് കൊണ്ട് മാത്രം ഖുർആൻ മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ മെനക്കെടരുത്. മറിച്ച് ഖുർആൻ മനസ്സിലാകാൻ വേണ്ടി അവനവന്റെ ഭാഷയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഖുർആനിക മൂല്യങ്ങളോട് അടുത്തു നിൽക്കുന്ന പരിഭാഷകൾ ഏതുണ്ട് എന്ന് അന്വേഷിച്ച് വായിച്ച് മനസ്സിലാക്കുക. അവിടെയും നമ്മുടെ ചിന്തകളാണ് പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ ബുദ്ധിയും യുക്തിയുമാണ് പ്രവർത്തിക്കേണ്ടത്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്താണ് നിങ്ങളുടെ ബുദ്ധിക്ക് പറ്റിപ്പോയത്? എന്തേ നിങ്ങൾ ഖുർആനിൽ ആലോചിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങൾ ഉറ്റാലോചിക്കാത്തത്, അഗാധമായി ചിന്തിക്കാത്തത് എന്താണെന്ന് ഖുർആൻ ചോദിക്കുന്നു. അമ്മാല ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ബുദ്ധിക്ക് ആരാണ് താഴിട്ട് പൂട്ടിക്കളഞ്ഞത്? എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് മുഖമടച്ച് വീഴുന്നവനല്ല, മറിച്ച് നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും മനനശേഷിയും ഉപയോഗിച്ച് ആഴത്തിൽ ആലോചിച്ച് ഉൾക്കൊള്ളാനാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിലാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കേൾക്കുമ്പോഴേക്കും വീഴണമെന്നല്ല, മറിച്ച് അത് വായിച്ച് ഗ്രഹിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ് ഉൾക്കൊള്ളേണ്ടത്. അതിനാണ് അള്ളാഹു നമുക്ക് ബുദ്ധിയും ശേഷിയും നൽകിയിട്ടുള്ളത്, മനനശേഷി നൽകിയിട്ടുള്ളത്. ധ്യാനാത്മകമായിട്ട് ഖുർആൻ വായിക്കണം. ഇതിനെയൊക്കെ പുറമെ എനിക്ക് പറയാനുള്ളത്, ഈ ഖുർആനല്ല, മറിച്ച് അകത്തൊരു ഖുർആനുണ്ട്. അത് കാണാതെ പോകരുത്. ഈ നമ്മുടെ കൈകളിലുള്ള 30 ജുസുള്ള 6236 വചനങ്ങളുള്ള 114 അധ്യായങ്ങളുള്ള ആ 600 ചില്ലാനം പേജുകളുള്ള ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ അല്ലാതെ വേറൊരു ഖുർആനുണ്ട്. അത് നമ്മുടെ അകത്തുള്ള ഖുർആനാണ്, ആത്മവേദമാണ്. നമ്മുടെ അകത്തൊരു ഖുർആനുണ്ട്. മൂന്ന് തരം ഖുർആനുണ്ട്. അതിലൊന്നാണ് ഈ പുസ്തകം. വേറെ 2 ഖുർആനുണ്ട്, അതുകൂടി വായിക്കണം. അതും കൂടിയാണ് റമദാനിന്റെ സന്ദേശം. അതിലൊന്ന് നമ്മുടെ ഉള്ളിലുള്ള ഖുർആനാണ്, ഞാനെന്ന ഖുർആനാണ്. അകത്തിരിക്കുന്ന ഖുർആൻ വായിക്കണം. എന്നെ വായിക്കാതെ ഈ പുസ്തകം വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ഖുർആൻ ചോദിക്കുന്നുണ്ട്. റസൂലും മിൻ അൻഫുസികും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു ദൈവദൂതനുണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു ദൈവദൂതനുണ്ട്. ഉള്ളിലുള്ള റസൂലിനെ അറിയാതെ, ഉള്ളിലുള്ള ഖുർആനിനെ അറിയാതെ ഈ ഖുർആൻ നമുക്ക് മനസ്സിലാവൂല.
അതുകൊണ്ട് ആത്മത്തെ വായിക്കണം, അകത്തേക്ക് നോക്കണം, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, എന്നിട്ട് ഖുർആൻ കയ്യിലെടുക്കണം. രണ്ടാമത്തെ ഖുർആൻ പ്രപഞ്ചമാകുന്ന ഖുർആനാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, നമ്മളെപ്പോ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറില്ലേ ഇങ്ങനെ ജുമഅയിൽ ഓതുന്നത്? അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ? അതിലൊക്കെ ഖുർആനുണ്ട്. ഈ ലോകത്ത് വിരിഞ്ഞു നിൽക്കുന്നത് ഞാനാണ്. ആനയായി, പുലിയായി, പൂച്ചയായി, കഴുതയായി, കൊതുകായി, ഈച്ചയായി, മരമായി, പർവ്വതമായി വിരിഞ്ഞു നിൽക്കുന്നതെല്ലാം എൻ്റെ ഭാവഭേദങ്ങളാണ്. എനിക്ക് അതിലൂടെ കാണണം. ആനയെ കാണുമ്പോൾ ആ ആന ഞാനാണല്ലോ എന്നറിയണം. ആനയുടെ പ്രത്യേകത എന്താണ്? ആനയുടെ പ്രത്യേകത ഖുർആൻ ആന എന്ന് പറയുന്ന അധ്യായം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആനയുടെ പ്രത്യേകത എന്താണ്? ജീവിതത്തിൽ ഒരിക്കൽ പോലും ശുദ്ധജലം കുടിക്കാത്ത ഒരു ജീവിയാണ് ആന. ജീവിതത്തിൽ ഒരിക്കൽ പോലും ശുദ്ധജലം കുടിച്ചിട്ടില്ല. പിന്നെയോ അത് മൂക്കിലൂടെ വെള്ളം വലിച്ചെടുത്ത് മൂക്കിലെ സ്രവം അതിൽ കലർന്നിട്ടാണ് അത് വെള്ളം കുടിക്കുന്നത്. ഇതുപോലെയാണ് നിങ്ങളും എന്നാണ് ഖുർആൻ ആനയെ ഉദാഹരിച്ചുകൊണ്ട് നമ്മളോട് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള അറിവുകളെല്ലാം കലർത്തിയാണ് ഗുരു പറയുന്നതും നിങ്ങൾ കേൾക്കുന്നത്. ഖുർആൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അറിവിലാണ് അത് കേൾക്കുന്നത്. നിങ്ങളുടെ അറിവാകുന്ന സ്രവത്തെ ചേർത്ത് ശുദ്ധവെള്ളത്തിൽ ചേർത്തിട്ടാണ് നിങ്ങൾ കുടിക്കുന്നത്. ആന കുടിക്കുന്നത് പോലെ ആനക്ക് ശുദ്ധവെള്ളം കുടിക്കാൻ കഴിയില്ല. ഇതുപോലെ നിങ്ങൾക്ക് ശുദ്ധമായ അറിവ് തേടുന്നതിന് നിങ്ങളുടെ ഈ സ്രവം തടസ്സമാണ്. മതം നൽകിയിട്ടുള്ള, അതുപോലെ നിങ്ങളുടെ ചുറ്റുപാട് നൽകിയിട്ടുള്ള, നിങ്ങളുടെ അധ്യാപകർ നൽകിയിട്ടുള്ള, നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ നൽകിയിട്ടുള്ള നിങ്ങളുടെ അറിവുകളുണ്ടല്ലോ, ധാരണകളുണ്ടല്ലോ, ഈ ധാരണകളെ കൂട്ടിക്കലർത്തിയാണ് നിങ്ങൾ വേദം നൽകുന്ന അറിവ് പോലും സ്വീകരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആനയെ പോലെയാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ആനയെ പോലെയാകാതെ ആന ശുദ്ധമായത് കുടിക്കും. എപ്പോഴാണെന്നറിയോ? അമ്മയുടെ മുലഞ്ഞെട്ടിൽ നിന്ന് പാല് കുടിക്കുന്ന ആനക്കുഞ്ഞ് ശുദ്ധമായത് കുടിക്കുന്നു. അത് വളർന്ന് വെള്ളം കുടിക്കാനാകുമ്പോൾ അത് സ്രവം കലർത്തി കുടിക്കുന്നു. ഇങ്ങനെ ഈ കാണുന്ന കഴുകനും കാക്കയും കുരുവിയും പക്ഷികളെല്ലാം നമ്മുടെ തന്നെ വ്യത്യസ്തങ്ങളായ ഭാവഭേദങ്ങളാണ്. ആകാശത്ത് പറക്കുമ്പോഴും ശവം നോക്കുന്ന കഴുകനെ പോലെയാണ് നമ്മൾ. എപ്പോഴും മാലിന്യങ്ങൾ മാത്രം നോക്കുന്ന കാക്കയെ പോലെയാണ് നമ്മൾ. ഉള്ളിലുണ്ട് ഈ പ്രകൃതിയാകുന്ന ഖുർആൻ വായിക്കാതെ ഈ പുസ്തകം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ആ പ്രകൃതിയുടെ ആകത്തുകയാണ് ഈ ഖുർആൻ. അപ്പോൾ പ്രകൃതിയാകുന്ന ഖുർആൻ വായിക്കണം, ഞാനാകുന്ന ഖുർആൻ വായിക്കണം, അതോടൊപ്പം ഈ വേദവും വായിക്കണം. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ മനസ്സിലാകുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങളാണ് പ്രകൃതിയായി വിലസുന്നത്. നമ്മൾ വായിക്കുന്ന ഈ 30 ജുസു ഖുർആൻ ഉണ്ടല്ലോ, അതിന്റെ വ്യാഖ്യാനമാണ് ഈ കാണുന്നതെല്ലാം. അതിലേക്ക് കണ്ണു തുറന്ന് നോക്കി അത് മനസ്സിലാക്കി ഉള്ളിലേക്കെടുത്ത് ഇതിലേക്ക് നാം കണ്ണു വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആത്മജ്ഞാനം ഉണ്ടായിത്തീരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.